ഹലോ ഗൈസ്, ഹാപ്പി ബർത്ത്ഡേ സോമത. അപ്പം ഒരു ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മളൊരു റിസപ്ഷന് പോവുകയാണ്, ചേച്ചിയുടെ റിസപ്ഷന് പോവുകയാണ്. ഞാൻ അമ്മയായിട്ടും പോകുന്നത് ക്രിസ്ത്യൻ വെഡ്ഡിങ് ആണ്. സോ നമുക്ക് പോവാം ഇന്ന്. സോ ഇന്നതായിരിക്കും വ്ളോഗ് കാണാം. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. നമ്മളിവിടെ നിന്ന് എടുത്തൊരു ഡ്രസ്സാണ്. ഇങ്ങനെയുണ്ട്. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. ഹലോ ഗൈസ്, അങ്ങനെ അച്ഛനും അമ്മയും ഞാനും കൂടിയാണ് കല്യാണത്തിന്, അത് റിസപ്ഷന് പോകുന്നത്. അപ്പോൾ അച്ഛനും അമ്മയും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ നിന്ന് ബസ്സിലാണ് പോകുന്നത്. സോ നമ്മൾ നടന്ന് പോവുകയാണ്. ഇവിടെ നിന്ന് ബസ് വരുമ്പോഴത്തേക്കും ബസ്സിൽ കയറിയിട്ട് വേണം. നമ്മൾ അവിടെ നെട്ടയത്ത് വെച്ചാണ് കല്യാണം. സോ നമ്മളങ്ങനെ ഇവിടെ നമ്മുടെ വെളിയന്നൂരുള്ള ബസ് സ്റ്റോപ്പിലെത്തി. അപ്പോൾ അവിടെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നെ കണ്ട ഇതിൻ്റെ എൻ്റെ അടുത്ത് കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചു, കല്യാണം കഴിഞ്ഞല്ലേ. സോ അവരുടെ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. നമ്മൾ ഓട്ടോയിൽ വേണം വെള്ളനാട് പോകാൻ. അവിടെ നിന്ന് പിന്നെ നെട്ടയത്തേക്ക് പോകണം. അതിൻ്റെ ഇടയ്ക്ക് അമ്മേനെ ഹോസ്പിറ്റലിൽ കാണിക്കണം. അമ്മയ്ക്ക് വയ്യാതായിട്ട് കയ്യിൽ ഇത് വെച്ചിരിക്കുകയായിരുന്നു. സോ അമ്മയ്ക്ക് ഇഞ്ചക്ഷൻ എടുക്കാണ്ടായിരുന്നു. സോ അതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇവിടെ നെട്ടയത്ത് കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട്. അവിടെ 23-ാം തീയതി റിസപ്ഷനും 25-ാം തീയതി വെഡ്ഡിങ്ങും 27-ാം തീയതിയാണ് അടുത്ത റിസപ്ഷനും വരുന്നത്. സോ അങ്ങനെ നമ്മൾ ആദ്യം തന്നെ വെള്ളനാടെത്തി ഹോസ്പിറ്റലിൽ കാണിച്ചതിന് ശേഷം ഞാനും അമ്മയും അച്ഛനും കൂടി ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഈ ഒരു ഷർട്ട് ഇട്ട അപ്പൂപ്പനില്ലേ, പിങ്ക് കളർ, അപ്പൂപ്പന് അവിടുത്തെ ബസ്സിൻ്റെ ടൈമും കറക്റ്റ് എപ്പോഴാണ് ഏത് ബസ്സാണ് ഇങ്ങനെ പറഞ്ഞത് അങ്ങനെ എല്ലാം അറിയാം. അപ്പൂപ്പൻ്റെ അടുത്താണ് എല്ലാവരും ബസ്സിൻ്റെ ടൈമിംഗ് ഒക്കെ ചോദിക്കുന്നത്. അങ്ങനെ നമുക്കൊരു 5:30 ആയപ്പോഴത്തേക്ക് നമ്മൾ നെട്ടയം ബസ് വന്നു. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി. അങ്ങനെ ചേച്ചി അടുത്ത് നമ്മൾ റിസപ്ഷൻ എത്താറായി. ആഫ്റ്റർ എ ലോങ് ടൈം ഐ എം മീറ്റിംഗ് മൈ കസിൻസ്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. സോ ആഫ്റ്റർ ലോങ് ടൈം മീറ്റിംഗ്. അങ്ങനെ അവർ വന്നു. നമ്മൾ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് എന്നാൽ ഫുഡായിട്ട് കൊടുക്കാൻ വേണ്ടി. ഈ കൊച്ചു അടിപൊളിയായിരുന്നു കേട്ടോ. ഡാൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, ഒരുപാട് ഇതായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ റിസപ്ഷനെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഒരു 9 മണി 10 മണിയൊക്കെ ഇറങ്ങി. പിന്നെ ബേക്കറിയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് തിരിച്ച് വീട്ടിൽ പോയി. ഇന്നത്തെ